നിങ്ങൾ എപ്പോഴെങ്കിലും ഓരോ ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര കാലറീസ് അല്ലെങ്കിൽ എത്ര എനർജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നിങ്ങൾക്ക് എത്ര എനർജിയാണ് കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും, നിങ്ങളുടെ വെയിറ്റ് ഇപ്പോൾ ഉള്ളതുപോലെ നിലനിർത്താൻ സാധിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് വർദ്ധിപ്പിക്കാനും സാധിക്കും. നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ള അളവിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അതിനെക്കൊണ്ടും ക്ഷീണം പോലത്തെ ചില ലക്ഷണങ്ങൾ ഉണ്ടാവാം. അത് മാറ്റാനും ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ഒരു ശരാശരി മലയാളി ഒരു ദിവസം എത്ര കാലറീസാണ് കഴിക്കുന്നത്, ആ കാര്യം ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ കാലറി എന്താണെന്ന് പറയാം. കാലറി എന്ന് പറഞ്ഞാൽ എനർജി അഥവാ ഊർജത്തിൻ്റെ ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ്. ഇനി കാലറിയും കിലോ കാലറിയും രണ്ടും സെയിം തന്നെയാണ്. കാലറീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റൽ C ഉപയോഗിച്ചിട്ടാണ് അതിനെ രേഖപ്പെടുത്താറ്. കിലോ കാലറീസ് എന്ന് പറഞ്ഞാൽ K കഴിഞ്ഞിട്ട് CAL എന്നും കൂടി ഉണ്ടാവും. ഇനി കിലോ കാലറീൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം വെള്ളത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താനുള്ള എനർജി, അതിനെയാണ് നമ്മൾ കിലോ കാലറി എന്നോ അല്ലെങ്കിൽ കാലറീസ് എന്നോ പറയുന്നത്. അടുത്തതായി കാലറി കാൽക്കുലേഷനെ കുറിച്ച് പറയാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും ഊർജം കിട്ടുന്നത്, എനർജി കിട്ടുന്നത്. അത് നമ്മൾ മെഷർ ചെയ്യുന്നത് എത്ര കാലറീസ് ഉണ്ടെന്ന് നോക്കിയിട്ടാണ്. നമ്മളുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാലറീസ് കിട്ടുന്നത്. പക്ഷേ കാർബോഹൈഡ്രേറ്റ്സ് കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിൽ നിന്ന് പോലും നമുക്ക് കാലറീസ് അഥവാ എനർജി കിട്ടുന്നുണ്ട്. നിങ്ങൾ ഓരോരോ നേരം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും കാലറി വ്യത്യാസം ഉണ്ടാവും. അത് എല്ലാം കൂടി കൂട്ടി ഒരു ദിവസത്തേക്ക് എത്ര ഊർജ്ജമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ബോറിംഗ് ആണ്, പക്ഷേ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം. കാലറീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇതിൽ കൃത്യത അഥവാ അക്യുറസീൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ വരുന്നില്ല. ഓരോ നേരം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കാലറീസിൻ്റെ ഏകദേശ അളവ് മാത്രം അറിഞ്ഞാൽ മതി. ഇതിൻ്റെ ഒരു റഫ് ഐഡിയ കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും എത്ര എനർജി കിട്ടുന്നുണ്ട്, നമുക്ക് വെയിറ്റ് കൂട്ടാൻ എത്ര എനർജി വേണം, വെയിറ്റ് കുറയ്ക്കാൻ എത്ര എനർജി കുറയ്ക്കണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇത് ഓരോരുത്തർക്കും വ്യത്യാസവും ഉണ്ടാവും. നമ്മളെല്ലാവരും ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണം ഏകദേശം സെയിം തന്നെയാണ്, വലിയ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരൊറ്റ ദിവസം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും എത്ര കാലറീസ് കിട്ടുന്നുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു ദിവസം ട്രൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് പറ്റുമെങ്കിൽ ഒരാഴ്ച മുഴുവൻ അന്നിപ്പം നിങ്ങൾ കഴിക്കുന്ന ഓരോരോ ചെറിയ ചെറിയ ഭക്ഷണത്തിലുള്ള മാറ്റത്തിൻ്റെ കാലറീസ് പോലും നിങ്ങൾക്ക് എഴുതി വെക്കാനും ആ മാറ്റത്തിൽ നിന്നും എത്ര കൂടുതൽ അല്ലെങ്കിൽ എത്ര കുറവ് കാലറീസാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കാനും സാധിക്കും. ഇനി മനുഷ്യന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ദിവസം കിട്ടേണ്ട കാലറീൻ്റെ അളവ് അവരുടെ പ്രായത്തിനനുസരിച്ചും അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ചും അവരുടെ ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിസത്തിൻ്റെ സ്പീഡിനനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. പൊതുവേ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് 2000 കാലറീസ് ഒരു ദിവസം വേണമെന്നും പുരുഷന്മാർക്ക് 2500 കാലറീസ് ഒരു ദിവസം കിട്ടണമെന്നാണ് പറയുന്നത്. അത് ചെറിയ കുട്ടികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇനി ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. നിങ്ങളുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് അഥവാ BMR എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, കൃത്യമായി പറഞ്ഞാൽ 12 മണിക്കൂർ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ള എനർജി എത്രയാണോ അതിനെയാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. അധിക ആൾക്കാരുടെയും BMR എന്ന് പറയുന്നത് 1000 മുതൽ 2000 കാലറീസ് ആണ്. അതായത് നിങ്ങൾ മറ്റൊരു ജോലിയും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് എത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും ഭക്ഷണം കഴിക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ എല്ലാ സമയവും റെസ്റ്റ് മാത്രമല്ലല്ലോ ചെയ്യുന്നത്, ജോലി ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്, ചില ആൾക്കാർ ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ടാവും, എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എനർജി വേണം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാലറീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബേസൽ മെറ്റബോളിക് റേറ്റും പ്ലസ് നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസും അതൊക്കെ കൂട്ടിയിട്ട് എത്ര എനർജിയാണോ വേണ്ടത് ആ എനർജി നിങ്ങൾക്ക് ഭക്ഷണത്തിന് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കണ്ടുപിടിക്കാം. അങ്ങനെ നിങ്ങൾ ചിലവാക്കുന്ന എനർജിയും നിങ്ങൾക്ക് കിട്ടുന്ന എനർജിയും സെയിം ലെവലിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ നിലനിന്ന് പോകും. നിങ്ങൾക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുന്ന എനർജി കുറവും നിങ്ങൾ ചിലവാക്കുന്നത് കൂടുതലുമാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുന്ന എനർജീൻ്റെ അളവ് കൂടുതലും നിങ്ങൾ ചിലവാക്കുന്ന എനർജി കുറവുമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാരം കൂടി വരും. ഇനി നിങ്ങളുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള വീഡിയോ ഞാൻ വൈകാതെ ചെയ്യുന്നതാണ്. ആ വീഡിയോ മിസ്സാവാതെ കാണാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായി, നിങ്ങൾ ഓരോ നേരം കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര കാലറീസ് അടങ്ങിയിരിക്കുന്നുണ്ടെന്നുള്ളത് വിവിധ തരത്തിലുള്ള ഭക്ഷണത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് ഏകദേശം എത്രയാണെന്നുള്ളത് ഞാൻ പറയാം. ഇത് കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള ആപ്പുകളും വെബ്സൈറ്റുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. 100 ഗ്രാം വെള്ള ചോറാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതിൽ നിന്നും 130 കിലോ കാലറീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നേരെ മറിച്ച് 100 ഗ്രാം ബ്രൗൺ റൈസ് ആണെന്നുണ്ടെങ്കിൽ 112 കിലോ കാലറീസാണ്. പക്ഷേ ശരാശരി അധിക ആൾക്കാരും ഉച്ചയ്ക്ക് കഴിക്കുന്നത് 100 ഗ്രാം അരിയല്ല, 200 മുതൽ 300 ഗ്രാം വരെയൊക്കെ ചോറ് കഴിക്കാറുണ്ട്. 100 ഗ്രാം വീറ്റ് ഫ്ലവർ അഥവാ മൈദയിൽ നിന്നും 364 കിലോ കാലറീസാണ് ഊർജ്ജം കിട്ടുന്നത്. 100 ഗ്രാം ബിരിയാണിയിൽ നിന്നും 195 കിലോ കാലറീസും വെറും ബിരിയാണി റൈസ് ആണെങ്കിൽ അതിൻ്റെ 100 ഗ്രാമിൽ നിന്നും 121 കാലറീസാണ് കിട്ടുന്നത്. അത് നെയ്ച്ചോറാണെങ്കിൽ 141 കിലോ കാലറിയാണ്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിലേക്ക് വരാം. 100 ഗ്രാം ഉപ്പുമാവാണെന്നുണ്ടെങ്കിൽ 209 കിലോ കാലറീസാണ്. 100 ഗ്രാം ദോശയാണെങ്കിൽ 160 മുതൽ 170 കിലോ കാലറീസും, അതായത് ഒരു വലിയ ദോശ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 133 കിലോ കാലറീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 100 ഗ്രാം ഇഡ്ഡലിയും ഏകദേശം സെയിം ലെവൽ തന്നെയാണ്, 135 കിലോ കാലറീസ്. തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മീഡിയം സൈസ് പുട്ട് കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്നും 260 കിലോ കാലറീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു മീഡിയം സൈസുള്ള അപ്പം കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്നും 100 കിലോ കാലറീസ് കിട്ടും. ഒരു പൂരിയിൽ നിന്നും അതേ അളവ് തന്നെയാണ് കാലറീസ് കിട്ടുന്നത്. നേരെ മറിച്ച് 6 ഇഞ്ച് വലുപ്പമുള്ള ഒരു ചപ്പാത്തിയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ആ ഒരൊറ്റ ചപ്പാത്തിയിൽ നിന്നും 71 കാലറീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയങ്കരമായിട്ടുള്ള ഒരൊറ്റ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ 170 കിലോ കാലറീസ് നിങ്ങൾക്ക് കിട്ടും. അത് മൈദ ഉപയോഗിച്ചുണ്ടാക്കിയ പൊറോട്ടയ്ക്ക് പകരം കംപ്ലീറ്റ് ആയിട്ടും ഹോൾ വീറ്റ് ഉപയോഗിച്ചുണ്ടാക്കിയ വീറ്റ് പൊറോട്ടയാണെന്നുണ്ടെങ്കിൽ 120 കാലറീസാണ് അതിൽ നിന്നും ഒരെണ്ണത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത്. 100 ഗ്രാം ബ്രെഡാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതിൽ നിന്നും 265 കാലറീസ് കിട്ടുന്നുണ്ട്. 100 ഗ്രാം കോൺഫ്ലേക്സ് ആണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നതെങ്കിൽ അതിൽ നിന്നും 357 കാലറീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 100 ml സിംഗിൾ ടോൺഡ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൽ 58 കാലറീസ് ആണുള്ളത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ അതിൽ 48 കാലറീസ് ഉണ്ട്. നേരെ മറിച്ച് ഒരു ചെറിയ ടീസ്പൂൺ നിറച്ചും പഞ്ചസാരയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതിൽ നിന്നും 20 കാലറീസാണ് കിട്ടുന്നത്. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുള്ള പാലാണ് നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ 70 മുതൽ 100 കാലറീസ് ഒരൊറ്റ ഗ്ലാസ് മിൽക്കിൽ നിന്നും കിട്ടാം. ഹോൾ മിൽക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിൽ 62 കാലറീസാണ് പറയുന്നത്. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ഹെൽത്തി ആക്കാമെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണാം. ഒരു വലിയ മുട്ടയിൽ നിന്നും നിങ്ങൾക്ക് 78 കാലറീസാണ് കിട്ടുന്നത്. 100 ഗ്രാം മത്തി അഥവാ സാർഡൈൻസ് നിന്നും 208 കാലറീസാണ് കിട്ടുന്നത്. നേരെ മറിച്ച് 100 ഗ്രാം അയില അഥവാ മെക്കറൽ ആണെങ്കിൽ 305 കാലറീസാണ്. 100 ഗ്രാം പ്രോൺസ് നിന്ന് വെറും 100 കാലറീസേ കിട്ടുന്നുള്ളൂ. 100 ഗ്രാം പോംഫ്രെറ്റ് അഥവാ ആഗോലി ആണെന്നുണ്ടെങ്കിൽ 93 കാലറീസേ കിട്ടുന്നുള്ളൂ. 100 ഗ്രാം ചിക്കനിൽ നിന്നും 240 കിലോ കാലറീസാണ് കിട്ടുന്നത്. 100 ഗ്രാം ബീഫിൽ നിന്നും 250 കാലറീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. മട്ടൺ ആണെന്നുണ്ടെങ്കിൽ 294 കാലറീസാണ്. ചുരുക്കി പറഞ്ഞാൽ ഏത് തരത്തിലുള്ള മാംസമാണെങ്കിലും 250 to 300 കാലറീസ് നിങ്ങൾക്ക് 100 ഗ്രാമിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ പച്ചക്കറി കഴിക്കണമെന്ന് പറയുന്നതെന്ന് പറയാം. 100 ഗ്രാം ചീരയിൽ നിന്നും നിങ്ങൾക്ക് വെറും 23 കാലറീസേ കിട്ടുന്നുള്ളൂ. അത് 100 ഗ്രാം ലെറ്റ്യൂസ് ആണെങ്കിൽ 15 കാലറീസേ കിട്ടുന്നുള്ളൂ. ക്യാബേജിൽ നിന്ന് 25, ക്യാരറ്റിൽ നിന്നും 40, വലിയ ഉള്ളിയിൽ നിന്നും 40 കാലറീസാണ് കിട്ടുക. ഇത്തരത്തിൽ കൂടുതൽ പച്ചക്കറി നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയറ് വേഗം നിറയും ചെയ്യും, വിശപ്പും മാറും, കിട്ടുന്ന കാലറീസിൻ്റെ അളവ് കുറയ്ക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ലോ കാർബ് ഡയറ്റിലും ഡാഷ് ഡയറ്റിലും സ്ലോ കാർബ് ഡയറ്റിലൊക്കെ കൂടുതൽ പച്ചക്കറികൾ, ഇലക്കറികൾ കഴിക്കാൻ പറയുന്നത്. ഇനി നമുക്ക് പരിപ്പ് വർഗ്ഗങ്ങളിലേക്ക് വരാം. 100 ഗ്രാം ചെറുപയറിൽ 347 കിലോ കാലറീസ് കിട്ടും. അത് ദാൽ അഥവാ പരിപ്പിലാണെന്നുണ്ടെങ്കിൽ 90 കാലറീസാണ്. വൻപയറിലും സെയിം 90 കാലറീസാണ് കിട്ടുന്നത് 100 ഗ്രാമിൽ നിന്നും. 100 ഗ്രാം സോയാബീനിൽ നിന്നും 140 കിലോ കാലറീസ് നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് നട്ട്സിലേക്ക് വരാം. നട്ട്സ് ശരിക്കും പറഞ്ഞാൽ 25 മുതൽ 50 ഗ്രാം ഒരു ദിവസം കഴിച്ചാൽ അത് ധാരാളം മതി. പക്ഷേ അധികം ആൾക്കാർക്കും അറിയാത്ത കാര്യം 100 ഗ്രാം നിലക്കടല പീനട്സിൽ നിന്നും 567 കാലറീസ് നമുക്ക് കിട്ടുന്നുണ്ട്. കഴിച്ചു തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഭക്ഷണമാണ് അധിക തരത്തിലുള്ള നട്ട്സും.
100 ഗ്രാം കാഷ്യൂനട്ടിൽ നിന്നും 550 കാലറീസ് കിട്ടുന്നുണ്ട്. അത് ബദാം ആണെങ്കിൽ 579 കാലറീസ് ആണ്. വെറും 2 മീഡിയം സൈസിലുള്ള ഈത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ, അത് ഡ്രൈഡ് ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും 110 കാലറീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഫ്രൂട്ട്സിലേക്ക് വരാം. 100 ഗ്രാം വലിയ ഏത്തപ്പഴത്തിൽ നിന്നും നിങ്ങൾക്ക് 90 കാലറീസ് ആണ് കിട്ടുന്നത്. അത് ഒരൊറ്റ ലാർജ് ബനാനയാണെങ്കിൽ 105 കാലറീസ് എന്നാണ് പറയുന്നത്. 100 ഗ്രാം ആപ്പിളിൽ നിന്ന് വെറും 52 കാലറീസേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. 100 ഗ്രാം ഓറഞ്ച് ആണെങ്കിൽ 47 കാലറീസ്, മാംഗോ 60 കാലറീസ് ആണ്. 100 ഗ്രാം ചക്കയാണെങ്കിൽ 94 കാലറീസ്. തണ്ണിമത്തൻ അഥവാ വാട്ടർമെലനിൽ നിന്നും 30 കാലറീസ് മാത്രമേ കിട്ടുന്നുള്ളൂ 100 ഗ്രാമിൽ നിന്നും. 100 ഗ്രാം പപ്പായയിൽ 43 കാലറീസേ ഉള്ളൂ. 100 ഗ്രാം തക്കാളി ആവട്ടെ വെറും 18 കാലറീസേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഇനി ഒരു ഗ്ലാസ് ചായ ആണെങ്കിലും ഒരു ഗ്ലാസ് കാപ്പി ആണെന്നുണ്ടെങ്കിലും പഞ്ചസാര ഇട്ട് കുടിക്കുന്നതിനനുസരിച്ച് കിട്ടുന്ന കാലറീസിൻ്റെ അളവ് കൂടി വരും. 100 മുതൽ 150 കാലറീസ് വരെയൊക്കെ ഒരു ഗ്ലാസ് ചായയെന്നോ ഒരു ഗ്ലാസ് കാപ്പിയെന്നോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 100 ഗ്രാം പപ്പടം ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും 370 കാലറീസ് കിട്ടുന്നുണ്ട്. 100 ഗ്രാം പപ്പടമൊന്നും നമ്മൾ ഒരു ദിവസം കഴിക്കാറില്ല. ഒരൊറ്റ ഗ്ലാസ് പായസം കുടിക്കുകയാണെങ്കിൽ അതിൽ നിന്നും 408 കാലറീസാണ് കിട്ടുന്നത്. 100 ഗ്രാമിൻ്റെ ചെറിയ പീസ് പേസ്ട്രി ആണെങ്കിൽ പോലും അതിൽ നിന്നും 550 കാലറീസ് കിട്ടുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സമൂസയാണെങ്കിൽ അതിൽ 252 കാലറീസാണ് അടങ്ങിയിട്ടുള്ളത്. ഇനി ചെറിയ കഷ്ണം മുറുക്കാണെന്നുണ്ടെങ്കിൽ അതിൽ 150 കാലറീസ് അടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് സ്നാക്സ് ഒന്നും കഴിക്കരുത്, വെയിറ്റ് കൂടാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. പോരാത്തതിന് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് സ്നാക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി സ്നാക്സിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കാണുക. ഇനി മെയിൻ്റനൻസ് കാലറീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി ചിലവാക്കുന്ന എനർജി കാലറീസിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത്രയും തന്നെ നിങ്ങൾക്ക് ഭക്ഷണത്തിലൂടെയും കിട്ടണം. എന്നാലേ നിങ്ങളുടെ ബോഡിയുടെ മെറ്റബോളിസം സ്ട്രെയിറ്റ് ലെവലിൽ അല്ലെങ്കിൽ സെയിം ആയിട്ട് നിൽക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിനും കവർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങൾ കഴിക്കുന്ന പ്രത്യേകതരം ഭക്ഷണത്തിൽ എത്ര കാലറീസ് അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഗൂഗിളിൽ ആ ഭക്ഷണത്തിൻ്റെ പേര് കഴിഞ്ഞിട്ട് കാലറി എന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ 100 ഗ്രാമിൽ എത്രയാണ് കാലറീസ് അടങ്ങിയിട്ടുള്ളതെന്നുള്ളത് ഗൂഗിളിൽ തന്നെ കാണിച്ചു തരും. ഇനി എനിക്കറിയേണ്ടത്, നിങ്ങൾ എപ്പോഴെങ്കിലും കാലറീസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന കാലറീസിൻ്റെ അളവ് എത്രയാണ്? ആ കാര്യം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ഒറ്റ പ്രാവശ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളുടെ ലോകത്തിൽ പലതരത്തിലുള്ള ഭക്ഷണവും പലതരത്തിലുള്ള ഡയറ്റുകളും ഉണ്ട്. നിങ്ങളുടെ ബോഡി നീഡിനനുസരിച്ചും നിങ്ങളുടെ ബോഡി വെയിറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനോ അതിനനുസരിച്ച് നമുക്ക് പലതരത്തിലുള്ള ഡയറ്റ് സ്വീകരിക്കാം. ഇത്തരത്തിൽ പലതരത്തിലുള്ള ഡയറ്റിനെ കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഇനി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഈ വീഡിയോ കണ്ടാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കണ്ട. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Bye bye.